അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നും പരാതി തീർത്താൽ തീരൂല. പലരുടെയും പരാതി, പടച്ച റബ്ബേ എനിക്കൊന്നും തന്നിട്ടില്ല. അയാളെ നോക്കൂ, അയാൾക്ക് എത്ര സമ്പത്താണ്. മറ്റൊരാളെ നോക്കൂ, അയാൾക്ക് വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നല്ല ജോലി, നല്ല സൗകര്യം, നല്ല മക്കള്. ഇങ്ങനെ പല പരാതികളും പറയുന്ന ആളുകൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കയറി നോക്കിയാൽ, അതുമല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി ബെഡിൽ കിടക്കുന്ന രോഗികളുള്ള വീടുകളിലൊക്കെ സന്ദർശനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണെന്ന്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി അളീമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്നു, വഞ്ചിതരായിരിക്കുന്നു. ഒന്ന് അസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. രണ്ട് അൽ ഫറാഗു, ഒഴിവ് സമയം. ആരോഗ്യവും ഒഴിവ് സമയവുമാണ് പടച്ച തമ്പുരാൻ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥ, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യ, ഒറ്റയ്ക്ക് നടക്കാനാവുന്നില്ല, എന്തിനും പരസഹായം വേണം. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ, ഒന്ന് എണീറ്റിരിക്കണമെങ്കിൽ. അപ്പോഴല്ലേ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില അറിയുന്നത്. അധികമൊന്നും വേണ്ട, ഞാൻ ഈ അടുത്ത് കണ്ണിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി എൻ്റെ ഒരു കണ്ണ് കുറച്ച് ദിവസങ്ങൾ ഒരു കണ്ണ് മാത്രം മൂടിക്കെട്ടേണ്ടി വന്നപ്പോഴുള്ള ഒരവസ്ഥ, ഞാൻ അനുഭവിച്ച ഒരു പ്രയാസം. എനിക്കെൻ്റെ മറ്റേ കണ്ണുകൊണ്ട് മുഴുവൻ കാണാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു. എന്നിട്ടും അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ജീവിതകാലത്ത് പലപ്പോഴും കണ്ണിന് കാഴ്ചയുണ്ടായിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ട ആളുകൾ, ജീവിതത്തിൽ ഇന്ന് വരെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈയിടെയായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിലൊരു വിഷമം പറഞ്ഞു. അവന് വളർച്ച കുറഞ്ഞൊരു കുട്ടിയാണ്. അതോടൊപ്പം ഈടായിട്ട് 1-2 സർജറികൾ നടത്തി അവൻ ഒരുപാട് വേദന സഹിച്ചു എന്നുള്ളൊരു സങ്കടം ഞാൻ അവനോട് പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നോട് പറയാ, എനിക്കൊരു മോനുണ്ട്, അത് ജനിച്ചിട്ട് ഇന്ന് വരെ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല, ഇപ്പോൾ ഏകദേശം 11 വയസ്സായിട്ടുണ്ട്. അതോടെ എനിക്കൊന്നുമില്ല, ഞാനൊക്കെ വളരെ ഭാഗ്യവാനാണ് എന്ന രൂപത്തിലാണ് ഞാൻ ചിന്തിച്ചത്. അതുപോലെ അറിയുന്ന കുറേ ആളുകൾ ചെറിയൊരു അപകടം പറ്റിയതിൻ്റെ പേരിൽ ബെഡിലാകുന്നവർ, ഓടിച്ചാടി നടന്ന് കാലത്ത് പണിക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ് വന്ന് നട്ടെല്ലിന് ക്ഷതമേറ്റ് ജീവിതകാലം മുഴുവൻ ബെഡിൽ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന പല ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നത്.